ആദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഈ രോഷവും പ്രതിഷേധവും പിണങ്ങലുമൊക്കെ എത്ര ദിവസം കാണേണ്ടി വരും, അതോ തെരഞ്ഞെടുപ്പ് വരെ നീളുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മൾ സാധാരണ ഇതിനു മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തെരുവ് ഭിന്നത, അതായത് തെരുവിലുള്ള അഭിപ്രായ ഭിന്നത നമ്മൾ കാണുന്നുണ്ടോ ഇവിടെ? നമ്മളൊക്കെ പറയുന്നു, അതായത് കോൺഗ്രസിൽ ഭിന്നതയുണ്ട്, പക്ഷെ ആരാണ് പരസ്യമായിട്ട് ഈ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നത്? അബിൻ വർക്കിയും അതുപോലെ ചാണ്ടിയുമനും അവരോട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ അവർ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. അത് കൃത്യമായി കാണുന്നവർക്ക് അതൊരു കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനയായിട്ട് തോന്നുകയുമില്ല. പ്രത്യേകിച്ച് ചാണ്ടിയുമൻ്റെ കാര്യത്തിൽ അത് അബിൻ വർക്കിയോടുള്ള ഒരു ചോദ്യത്തിന് മാത്രമാണ് അത് പിന്നീട് വലിയ വാർത്തയായത്. അതായത് ക്രിസ്ത്യാനിയാണോ? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞതിൽ ആ ഉത്തരത്തിലെ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിക്കുമ്പോഴാണ് അങ്ങനെ വന്നത്. പക്ഷേ ഇതൊക്കെ ആയിക്കോട്ടെ, ഇതെന്ത് സംഭവിച്ചാലും ശരി, കോൺഗ്രസിലെ അടിസ്ഥാന ഘടകങ്ങളിൽ, അതായത് പാർട്ടി പ്രവർത്തകരെ ഈ നേതൃതലത്തിലുള്ള ആരുടെയെങ്കിലും പിണക്കങ്ങൾ ഒരിക്കലും കാര്യമാക്കി എടുക്കാറില്ല ഇപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണവർ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ജയിക്കേണ്ട ഒരു കോൺഗ്രസ് മെമ്പർക്ക് ഈ വഴക്കിലൊന്നും താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് അവർ ഈ വിഷയത്തിലൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് വിശ്വാസ സംഗമത്തിൽ ആ പ്രദേശത്ത് മാത്രമാണെങ്കിൽ പോലും ഇത്രയധികം ആളുകൾ അവിടെ വന്നത്. പിന്നെ ഈ വിശ്വാസ സംഗമ റാലിയുടെ സമയത്ത് തന്നെ ഈ പട്ടിക പുറത്തിറക്കിയ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കോൺഗ്രസ് വളരെ ആലോചിച്ചിട്ടെടുത്തൊരു തീരുമാനമാണത്. ആ പട്ടിക പൂർത്തിയായാൽ അപ്പം പ്രസിദ്ധീകരിക്കുക, അല്ലാതെ കാത്തിരിക്കുന്ന പരിപാടിയില്ല. കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത എല്ലാ കാലത്തും ഉണ്ട്, ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു പാർട്ടിയുടെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി വലുതായിപ്പോയി. ജംബോ കമ്മിറ്റി എന്നതിന് പറയുന്നു. ആ ജംബോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല, കാരണം അതൊരു വാക്കാണ്. ആ ഒരു കമ്മിറ്റി വരുന്നതുകൊണ്ട് ആ കമ്മിറ്റിയുടെ ഗുണം അനുഭവിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കൾക്ക് സ്ഥാനവും പദവിയും കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ വിപുലപ്പെടുത്തേണ്ടി വരും. മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആ സംവിധാനം വേറെ നിലയ്ക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ CPM ഒരു കാലത്ത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ടെന്നു, പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും പുറമെ. ഇപ്പോൾ നമ്മുടെ CPIയുടെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിക്കും എക്സിക്യൂട്ടീവിനും പറഞ്ഞ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. സംവിധാനം പല രീതിയിൽ കൊണ്ടുവരും. യൂത്ത് കോൺഗ്രസിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർട്ടികൾ അതാത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സംവിധാനം ചെയ്യും. ഇത് ചാനൽ ആക്ടിവിസത്തിൻ്റെ കാലത്താണ് ശ്രീമതി സ്മൃതി നമ്മൾ സംസാരിക്കുന്നത്. ഈ ചാനൽ ആക്ടിവിസ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ അതൊക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഭിന്നതയാണെന്ന് വരുത്തരുത്. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, കെ മുരളീധരൻ, അദ്ദേഹം KPCCയുടെ 4 വിശ്വാസ സംരക്ഷണ ജാഥ നയിച്ചതിൽ ഒരാളാണ്. അദ്ദേഹം ഇന്നലെ ആ ജാഥ ചെങ്ങന്നൂരിൽ സമാപിച്ച്, എല്ലാ ജാഥകളും ഇന്നലെ സമാപിച്ചു KPCCയുടെ. അദ്ദേഹം തിരിച്ച് ഗുരുവായൂർക്ക് അദ്ദേഹത്തിൻ്റെ 11-ാം തീയതി ദർശനത്തിന് വന്നു. ഞാൻ രാവിലെ അത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ അറിഞ്ഞത് അത് ഏതോ ഒരു തൽപര കക്ഷി തെറ്റിദ്ധരിപ്പിച്ചതാണ് മാധ്യമങ്ങളെ. അദ്ദേഹം പന്തളത്തേക്ക് പോകുന്നില്ല എന്ന രീതിയിൽ ഒരു പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന നിസ്സാരമല്ലല്ലോ. കാരണം കെ മുരളീധരൻ പന്തളത്തെ വിശ്വാസ സംഗമം, അത് UDFൻ്റെ സംഗമമാണ്. KPCC സംഗമം ഇന്നലെ കഴിഞ്ഞു. UDFൻ്റെ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. ആ മുരളീധരൻ അത് പ്രശ്നമായി. അപ്പോൾ എന്താണ് പറഞ്ഞത്? മുരളീധരനെ അനുനയിപ്പിച്ചു. ഒന്ന് നോക്കൂ ശ്രീമതി സ്മൃതി, KPCCയുടെ മുൻ പ്രസിഡന്റാ, കേരളത്തിലെ സീനിയർ നേതാവാ, മുഖ്യമന്ത്രി ആകാൻ പോലും യോഗ്യതയുള്ള നേതാവാ. അദ്ദേഹത്തെ അനുനയിപ്പിച്ചു. എന്തൊരു, ഞാൻ പറഞ്ഞ മുരളീധരനെ പോലുള്ള നേതാവിനെ കുറിച്ച് ഈ നമ്മുടെ വാർത്താലേഖകർ കൊടുക്കുമ്പോഴെങ്കിലും അതൊന്ന് ആലോചിക്കണ്ടേ കുറച്ച് നേരം? ഇപ്പം AK എന്നെ അനുനയിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഉമ്മൻചാണ്ടി അനുനയിപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? അതെന്താണ് ശ്രീ മുരളീധരന്റെ പിണക്കം ഏതറ്റം വരെ പോയിട്ടുണ്ടെന്നൊക്കെ കേരളം കണ്ടിട്ടുള്ളതല്ലേ? പാർട്ടി വിട്ട് തന്നെ പോയതാണ്, DAC രൂപീകരിച്ച് പോയതാണ്. പിന്നെ തിരികെ വന്ന ശേഷം എത്ര കാലം അദ്ദേഹം നിശബ്ദനായിരുന്നു? ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം എത്ര കാലം നിശബ്ദനായിരുന്നു? വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ്, വിവാദങ്ങളോട് പ്രതികരിക്കാതെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ പിണക്കമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് അനുനയിപ്പിച്ചു എന്നുള്ള വാർത്ത ഇത്രയും അസ്വാഭാവികതയോടെ അങ്ങ് അനുഭവിക്കുന്നത് എന്തിനാണ്? ആ കാലം മാറിപ്പോയി. അന്ന് ശക്തമായ ഗ്രൂപ്പുള്ള കാലമാണ്. ഉമ്മൻചാണ്ടി A ഗ്രൂപ്പും I ഗ്രൂപ്പും ശക്തമായി പോരടിക്കുന്ന കാലമാണ്. തെരുവുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയ കാലമാണ്.
നിങ്ങൾ നോക്കൂ, ഈ കാലത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു KPCCയുടെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെരുവിൽ പ്രകടനം കണ്ടോ? മറിച്ച് നിങ്ങൾ CPM-ൽ കണ്ടില്ലേ? VS-ൻ്റെ അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിച്ചപ്പോഴൊക്കെ കണ്ടില്ലേ? പത്മകുമാർ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് പരസ്യമായി പ്രതികരിക്കുന്നത് കണ്ടില്ലേ? CPM-ൻ്റെ KE ഇസ്മയിൽ CPI സമ്മേളനത്തിൽ മുൻനിരയിൽ പോയി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മളുടെ വാർത്താലേഖക്ക് മുമ്പിൽ പരിഭവം പറഞ്ഞ കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഇതൊക്കെയാണ് കോൺഗ്രസ്സിന് വരേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് വരുന്നില്ല? അവിടെയാണ് പ്രവർത്തകരുടെ ഒരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്. ഭരണത്തിലേക്ക് ഇനി തിരിച്ചു വരിക എന്നുള്ളത്. അവിടെ മുരളീധരൻ ഇന്ന് ഗുരുവായൂരിൽ അദ്ദേഹം ഒന്ന് വിശ്രമിച്ചിട്ട് അദ്ദേഹം എന്താ തീരുമാനിച്ചതെന്ന് പോലും എടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് പന്തളത്തേക്ക് തന്നെ പോയി. ബാക്കിയുള്ളവരെല്ലാവരും പന്തളത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ അത് പരസ്യമായി പറയുന്നതിലും തർക്കമില്ല. അദ്ദേഹം വരുന്നില്ല എന്നുള്ള വാർത്തയാണ്. ഒരു ക്യാപ്റ്റൻ വിട്ടു നിൽക്കുന്ന രൂപത്തിൽ വാർത്ത പോകുന്നു. പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ പ്രതിനിധി തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്, അല്പം വൈകിട്ടേ എത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വൈകി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നേരത്തെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പോട്ടെ, അങ്ങനെയല്ല എന്ന് കരുതുകയാണെങ്കിൽ, അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയാണെങ്കിൽ പിന്നെ എന്തിനാണെന്ന് പ്രതിപക്ഷ ഇത്രയും രോഷം കൊണ്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും എന്തിനാണ് അദ്ദേഹം ഇനി ഒരൊറ്റ ഉത്തരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞ് നടന്നു കളഞ്ഞത്? അത്രയ്ക്ക് രോഷം കൊള്ളാൻ എന്തുണ്ടായി? എന്തുകൊണ്ടാണ് രോഷം കൊണ്ടത്? നമ്മളൊരു വാർത്ത, ഇല്ലാത്തൊരു വാർത്തയെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു UDF-നെയും ഒരു കോൺഗ്രസിനെയും നയിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവിന് അരിശം വരും. എന്താ സംശയ കാര്യത്തിൽ? മുഖ്യമന്ത്രി എന്തായാലും പത്തലകരെ കാണാതെ പോകുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കാത്തത്. ഇപ്പോൾ VD സതീശനോട് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. പുനഃസംഘടനയിലെ തൃപ്തിയും അതൃപ്തിയും നേതാക്കളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് BJP-യിലും CPM-ലും ഉണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണോ? ആ ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ഉത്തരത്തിലൂടെ ആ തെറ്റ് അങ്ങ് പരിഹരിക്കാമല്ലോ. ആയിരുന്നു അല്ലല്ലല്ല ആ ചോദ്യം അതാണ് പറഞ്ഞത്. നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മളുടെ കാര്യം നോക്കേണ്ടത്, നിങ്ങളൊരു ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളുടെ അബിൻ വർക്കി ഒരു കാര്യം പറഞ്ഞു. ചോദ്യം ചോദിക്കാം, അതിനോടാണ് ഇങ്ങനെ ക്ഷുഭിതനായി പ്രതികരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യം ചോദിക്കുന്ന ആരോടാണ് ചോദിക്കുന്നത്? കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവിനോട്. അതായത് ഈ പ്രശ്നം ഇല്ലാതിരിക്കുമ്പോൾ, പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം വെച്ചാൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചോ, അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് എന്നൊരു തോന്നൽ ഏത് നേതാവിനും ഉണ്ടാകും. അത് സതീശനിൽ മാത്രം കാണുന്നല്ല, എല്ലാവരിലും കാണും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.